ഒരു മിന്നാമിനുങ്ങായിട്ട് ഭഗവാൻ വരുമോ? വന്നു ട്ടോ. എന്തൊരു നല്ല സങ്കല്പമാണ്. നിങ്ങൾ ഈ ചേച്ചിയുടെ അനുഭവത്തിൽ നിങ്ങൾ ആ രാത്രി ചേച്ചിയുടെ കൂടെ നിങ്ങളുണ്ടാവണം. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം കുടുംബാംഗമാണ്. എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണേ. എനിക്കിന്നലെ ഭയങ്കര പനിയായിരുന്നു. ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന്. പനിയായതുകൊണ്ട് ഞാൻ തനിച്ച് ഹാളിലാണ് കിടന്നത്. കിടന്നു കഴിഞ്ഞ് ഭഗവാനോട് സംസാരിക്കുന്ന ഒരു ശീലമുണ്ട്. ഇന്നലെ ഞാൻ കിടന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭഗവാനെ, എനിക്ക് നല്ല പനിയാണല്ലോ. എൻ്റെ വിഷമം അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു മിന്നാമിനുങ്ങായി വരണേ. ഇതിനു മുൻപിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. കുറേ പറഞ്ഞു, വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വരില്ലേ? ഞാൻ കണ്ണടച്ച് കിടന്നുട്ടോ. സങ്കടമായി. ഞാൻ കണ്ണൊന്ന് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അടുത്തൊരു മിന്നാമിനുങ്ങ്. ഞാൻ സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റു. എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചു. അപ്പോൾ അത് പറന്ന് മുകളിലേക്ക് പോയി. മുകളിലിരുന്ന് ചമ്മി ചമ്മി ചിമ്മി ചിമ്മി കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് വന്നു. പനി കുറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാൻ എൻ്റെ അടുത്ത് വന്നു എന്ന്. നോക്കിയപ്പോൾ കാണാനില്ല. ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞതുകൊണ്ട് വിഷമമില്ല. നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണേ. ഇത് അങ്ങയുടെ ശബ്ദത്തിലൊന്ന് വായിക്കണേ. ഹരേ കൃഷ്ണ. സാർ, ഒരു കാര്യം കൂടി പറയണേ. ഇന്നലെ രാത്രി ചുമ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര ചുമ. രാത്രി 2:30 വരെ ചുമച്ച് കിടന്നു. ഞാൻ ചുമക്കുന്നത് കാരണം എൻ്റെ ഭർത്താവിനും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഭർത്താവിനെ ഭഗവാൻ ഓർമ്മിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പൂജാമുറിയിൽ നിന്നും ഭഗവാന്റെ ആടി എണ്ണ കൊണ്ടുവന്നു. ഇത് കുറച്ച് തൊണ്ടയിൽ തേക്കാൻ പറഞ്ഞു. ഞാൻ തൊണ്ടയിലും നെഞ്ചിലും ഒരു തുള്ളി നാവിലും തൊട്ട് കിടന്നു. അതിനുശേഷം ചുമച്ചില്ല, കിടന്നുറങ്ങി. ഞാൻ ഭഗവാനോട് പറഞ്ഞിരുന്നു, ഒന്ന് ചുമ കുറഞ്ഞു, എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റണേ. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞോളാന്ന്. സാർ, ഇത് അധികമായെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ, എൻ്റെ ഗുരുവായൂരപ്പാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ ആരുമില്ല, സങ്കടമാണ് മനസ്സിൽ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം നമ്മളറിയാതെ ഒരു മിന്നാമിനുങ്ങ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിലേ നമ്മൾ സങ്കല്പിക്കട്ടോ, അത് ഭഗവാനാണ് നമ്മളെ സാന്ത്വനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ വരികയാണ് എന്നൊക്കെ. എന്താ എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. ആ, ഗംഭീര അനുഭവമായിരുന്നു. എല്ലാവരിലേക്കും എത്തിക്കട്ടോ. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.